ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ കാണുന്ന ലാൻഡ് ഫോൺ ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സെറ്റില്ലേ, ഇതിൻ്റെ സ്പീക്കറൊക്കെ കേടാണ്. അതുപോലെ തന്നെ ഇത് റിങ് ചെയ്യത്തുമില്ല. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. സോ നമുക്കിത് തുറക്കാം. ഇതൊരു BSNLൻ്റെ പഴയ ലാൻഡ് ലൈനാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ UTL 81A. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്കതിപ്പോൾ തുറന്നു. ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഉരുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് ഊരി മാറ്റണം. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതിൽ ബാറ്ററി ഊരി മാറ്റിക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ബാറ്ററി ഊരി മാറ്റിയിട്ടുണ്ട്. സേഫ്റ്റി ഫസ്റ്റ്. ഇതിൻ്റെ പവർ പോയി. പിന്നെ നമുക്ക് ഈ ലാൻഡ് ഫോണിൻ്റെ ഹാൻഡ്സെറ്റും കൂടെ ഒന്ന് ഊരിയെടുക്കാം. ഈ ഹാൻഡ്സെറ്റ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ചെയ്യാനുള്ളത് ദഹിക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോ ഒത്തിരി ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പം ഇത് എല്ലാം ഊരിയിട്ടുള്ളത്. ഞാനിപ്പോൾ നമുക്ക് ഈ സ്ക്രൂ എല്ലാം എടുത്ത് മാറ്റാം. 2 സ്ക്രൂ വീണിട്ടുള്ളൂ. ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നു. ഇതൊന്നത് ലൂസാണ്. ഓക്കെ, ഇത് വീണു. ഓക്കെ, 4 വീണിട്ടുണ്ട്. നമുക്കപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. സൂക്ഷിച്ച് വെച്ചേക്കാം. നമുക്ക് പൊക്കി നോക്കാം. ഇതാണ് ഗൈസ് ഒരു ലാൻഡ് ഫോണിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ടോ പോലെ കുട്ടാ. ഇതായിരിക്കും ഒരു ലാൻഡ് ഫോണിൻ്റെ ഇതൊരു സ്പീക്കറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കേടായ ബസർ എന്ന് പറയുന്നത്. ഈ ബസർ കംപ്ലൈൻ്റാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തോന്നും അറിയില്ല. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. വെയിറ്റ്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെക്കുക, പൊക്കുക. ഇതിപ്പോൾ ഓപ്പണായി വരുന്നു. എൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവത്തില്ലായിരിക്കും. ഐ മീൻ വയറുകൾ. എൻ്റെ ഉള്ളിൽ ആകെ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഇത് വർക്കാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈൻ കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര ഊരിയതല്ലേ, ഇതെന്തായാലും ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാൻ അതൊന്നുകൂടെ ഒന്ന് റീസോൾഡർ ചെയ്ത് വെക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനൊന്ന് സോൾഡറിങ് ആണെന്ന് റെഡിയാക്കിക്കോട്ടെ. അപ്പം ഞാനത് സോൾഡറിങ് അവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഹാൻഡ്സെറ്റ് ഒന്ന് തുറന്നു നോക്കി. ഇതാണ് സ്പീക്കർ. ഇത് പക്ഷേ എനിക്കൊരു ഡൗട്ട്, ഇതിൻ്റെയും അതിൻ്റെ കേബിൾ വിട്ടിരിക്കുമായിരുന്നു. ഇനി അതാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനെന്തായാലും അതൊന്ന് കുത്തി വെക്കട്ടെ. ബട്ട് ഇത് 8 ആംസിൻ്റെ സ്പീക്കറാണ്. ഞാൻ ഇത് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയുടെ കുത്തി നോക്കി. എനിക്ക് അറിഞ്ഞുകൂടി ഇതങ്ങനെ ഇതിങ്ങനെ സൗണ്ട് ആവുമെന്ന്. ഞാൻ കുത്തി നോക്കി, പക്ഷേ ഒരു സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഇനി അതാണോ ലൈൻ ലൂസായതിൻ്റെ ആണോ എന്ന് നോക്കണം. സോ ഞാനപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, വെയിറ്റ് ചെയ്യും ഗൈസ്. ഞാനിവിടെ സോൾഡറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേവിടെ ഇതിൻ്റെ ഉൾഭാഗം ഇതാണ്. ഇതിപ്പോൾ സോൾഡർ ചെയ്തു. ഇവിടെ ഇത് പൊളിച്ചപ്പോൾ ഇതാണ് കണ്ടത്. സോ ഞാൻ അതൊന്ന് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് സോൾഡർ ആയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് തിരിച്ച് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്യണം. ബട്ട് ഇത് ഞാൻ സ്ക്രൂ ഇട്ടാത്ത ഞാനിത് ഓൺ ചെയ്യാനൊന്നുമില്ലത്. ഓൺ ചെയ്യാത്തതാണ്, പക്ഷെ ഓൺ ചെയ്യുന്നില്ല. തൽക്കാലത്തേക്ക് ഞാൻ സ്ക്രൂ ഒന്ന് ഇട്ടിട്ട്
വേഗം നല്ല സ്ക്രൂ ഇട്ട് വെച്ചേക്കാം. ഗൈസ് എൻ്റെ കയ്യിൽ സോൾഡറിങ്ങാൻ്റെ ആ ലെഡ് തീർന്നു പോയി. ഞാനാണെങ്കിൽ കേട്ട പാട് ഞാൻ ഉണ്ടാക്കിയ എല്ലാ പ്രൊജക്റ്റും പൊട്ടിച്ച് വാരിയെടുത്ത് ഞാൻ അതിൽ നിന്ന് ഞാൻ സോൾഡറിങ്ങാണ് എടുത്തേക്കുക ഗൈസ്. ഞാൻ ഇതിപ്പോൾ എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഞാൻ കാട്ടി. ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഇവിടെ ഈ വീഡിയോ തുടങ്ങിയത് ഞാൻ ഇതിൻ്റെ ഉള്ളിലെങ്ങനെ ഇരിക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓ നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ ബിഹൈൻഡ് സീൻസ്. എൻ്റെ അമ്മോ, ഞാനിതിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ ഞാൻ പൊട്ടനായാണ്. ഞാൻ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അത്രയ്ക്ക് മിനിറ്റ് എത്ര നേരം എന്ന് പറഞ്ഞു. ഭയങ്കര ഭംഗിയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ ഫുള്ള് ടെക്നോളജീസിൻ്റെ ഒരു 6 ലോകവും. ഓ ഫൈനലി ഇതിൽ ഏറ്റവും പാടായിട്ട് തോന്നിയത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ബസറൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ സോൾഡറിങ്ങാണ് പറഞ്ഞാൽ സോൾഡർ ചെയ്ത പറഞ്ഞാൽ ഒത്തിരി എളുപ്പമുണ്ട്. അതാണെങ്കിൽ സോൾഡർ ആവുന്നില്ല, അതാണെങ്കിൽ ഒന്നും മെൽട്ട് ആവുന്നുമില്ല. എന്തൊരു പണിയായിരുന്നെന്നറിയോ. ഞാൻ ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഗൈസ് ഞാൻ ഇപ്പോൾ എല്ലാ സ്ക്രൂസും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ സാധനം ഇതാണ് എൻ്റെ ഹാൻഡ് സെറ്റ്. ഇതിൻ്റെ കവറൊന്നും ഇടട്ടെ ഞാൻ. അത് ഭയങ്കര പാടുള്ള പണിയാണ്. അതൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ് എപ്പോഴത്തേക്ക്. ഞാൻ ഇതൊന്നും റെഡിയാക്കിക്കൊണ്ട് ഞാൻ ഇപ്പം നിൻ്റെ തിരിച്ചൊന്ന് കുത്തിയെടുത്തേ. ഞാൻ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് കുത്തി വെച്ചിട്ടൊന്ന് ബാറ്ററി കുത്തി വെക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ മുമ്പ് ഇത്രയും ചെയ്തത് വെറുതെ ആയി. ഭഗവാനെ പുള്ളനെ അങ്ങനെയൊക്കെ ഒന്നും പറ്റരുതേ. വർക്കാവണേ. വർക്കാൻ തോന്നുന്നു. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓ ഫൈനലി ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. തല്ലല്ല മീൻസ് ഞാൻ കുത്തി വെക്കട്ടെ. അവിടെ ക്യാമറ ഉണ്ടോ കഴിച്ചത് പാളി. ഇത്രയും ചെയ്തിട്ട് ഞാനൊരു മൊണ്ണയായിപ്പോയി. അത് വർക്കാവുന്നില്ല. അതിൻ്റെ റിങ്ങും ആവുന്നില്ല. അതിൻ്റെ ഇതും അതിനും വർക്കാവുന്നില്ല. എനിക്കവിടെ ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഞാൻ അവിടെ കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു പുതിയ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട്, അതാ പുതിയൊരു ലാൻഡ് ഫോൺ വീട്ടിൻ്റെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് വഴി അങ്ങനെയാണ്. ഇപ്പം ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് നന്ദി. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.